കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞാൻ ടിക്ടോക്കിലൊന്നും ആക്റ്റീവേ അല്ല. എനിക്ക് അത്രമാത്രം വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, എന്തുകൊണ്ട് വീണ്ടും തുടങ്ങിക്കൂടാന്നുള്ളത്. ബേസിക്കലി ബിക്കോസ് എത്രയും കാലം വീഡിയോസ് ഒന്നും ചെയ്യാതെ ഞാൻ കുറേ തിരക്കിലൊക്കെ ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളത്. സോ ഞാനിപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിക്ക് എത്തി. ആൻഡ് ഞാൻ ടിക്ടോക്ക് മാത്രമല്ല യൂട്യൂബിലൊരു ചാനലും തുടങ്ങുകയാണ്. അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ പേര് ഞാൻ ഈ ഒരു വീഡിയോന് താഴെ മെൻഷൻ ചെയ്യും. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. ആൻഡ് തുടക്കം കുറിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ന്യൂസിലൻഡിലാണ്, ചിലർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ. സോ ഞാനിവിടെ ഈ മെയ് വന്ന 3 വർഷമായി ഞാനിവിടെ എത്തിയത് ന്യൂസിലൻഡിൽ. ആൻഡ് ആദ്യം ഞങ്ങൾ കുറേ ആലോചിക്കായിരുന്നു വീട് മേടിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിലൊക്കെ. സോ ഫൈനൽ നമ്മളിവിടെ വീട് മേടിച്ചു. സോ അതിൻ്റെ ഹോം ടൂർ നമുക്ക് കാണാം. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ മഴയാണ്. ന്യൂസിലൻഡിലെ എല്ലാ തരത്തിലുള്ള സീസൺസും കാണാം ഒരു ദിവസം തന്നെ. ഇന്ന് രാവിലെ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരുന്നു, ഇപ്പം നല്ല മഴയാണ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഉച്ച അപ്പോൾ ഒരു വീട് കാണാം. ഫൈൻ. ഞാനിവിടെ ആക്ച്വലി ന്യൂസിലൻഡിൽ വന്നിട്ട് 3 വർഷത്തോളമായി. ആക്ച്വലി ഈ മെയിൽ വന്ന 3 years കംപ്ലീറ്റ് ആവും. സോ ഞാൻ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും സംസാരിക്കുമായിരുന്നു, വീട് മേടിക്കണോ വേണ്ടയോ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ രീതിയിൽ. ആ സമയത്തൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ വളരെ കൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പം ഫൈനലി കഴിഞ്ഞ വർഷം ഒക്കെ കൂടിയിട്ടാണ് കുറച്ചൊക്കെ റേറ്റ്സ് ഒക്കെ കുറച്ച് കുറഞ്ഞു വന്നതും. പിന്നെ നമ്മളിപ്പോൾ ആലോചിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് നമുക്കത് പോസിബിൾ അല്ല, എന്തുകൊണ്ട് നമുക്കത് ചിന്തിച്ചുകൂടാന്നുള്ള രീതിയിൽ. സോ ഫൈനലി നമ്മൾ ഒക്ടോബർ തൊട്ട് അതിന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. കുറേ വീടുകൾ നമ്മൾ കണ്ടു. ഫൈനലി ഈ കാണുന്ന വീടാണ് നമുക്ക് സ്വന്തമായിട്ട് തോന്നിയത്, നമുക്കൊരു ഫീൽ ഹോം എന്നുള്ള രീതിയിൽ തോന്നിയത്. ആൻഡ് സോ ഇതാണ് അപ്പം നമ്മുടെ വീട്. ഈ വീടിൻ്റെ ഹൗസ് വാമിങ് നമ്മൾ Feb 26 നമ്മൾ ചെയ്തത്. പിന്നെ അപ്പോൾ തൊട്ട് നമ്മൾ ഇവിടെയാണ് ഉള്ളത്. ആൻഡ് നമുക്ക് കാണാം ന്യൂസിലൻഡിലുള്ള വീടുകൾ എങ്ങനെയാണ് എന്നുള്ളതല്ലേ. ആക്ച്വലി അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഉള്ളൊരു വീടാണ്. സോ നമുക്ക് അകവും കാണാം, അതേപോലെ തന്നെ പുറവും കാണാം. സോ പുറത്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു കൈൻഡ് ഓഫ് പാറ്റിയോ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടുന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ഗേറ്റ് കൂടെ വേണം അവർക്ക് കയറി വരാനായിട്ട്. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് നമ്മൾ ആർട്ടിഫിഷ്യൽ ടർഫും കുറച്ച് പേബിൾസും പേയ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തു. പിന്നെ ഈ കാണുന്ന ഒരു ഡെക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തു, കുറച്ചൊരു ഒരു മിനിമൽ ഔട്ട്ഡോർ ഫർണിച്ചറൊക്കെ ആയിട്ട്. ജസ്റ്റ് വൈകുന്നേരം വന്നൊരു ചായയോ കോഫിയോ അല്ലെങ്കിൽ മോർണിംഗ് ആയിട്ടൊരു ഉള്ളൊരു രീതിയിൽ എന്താ പറയുക, ഒരു കോഫിയൊക്കെ വന്ന് കുടിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു കുഞ്ഞ് സെറ്റപ്പ് ചെയ്തു. ആൻഡ് ഈ ഒരു ഏരിയ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ. അപ്പം നമ്മൾ ഔട്ട്ഡോർ എന്താണെന്നുള്ളത് കണ്ടു. അപ്പം നമുക്കിനി ഉള്ളോട്ട് പോയി നോക്കാം. ഓക്കെ, വാ. അപ്പോൾ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. കൂടെ നമ്മുടെ ഒരു ചെറിയൊരു പൂജാമുറി നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തു. ആൻഡ് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ആൻഡ് ഇവിടെ ഒരു ന്യൂസിലൻഡിൽ നോക്കുക വെച്ചാൽ ക്ലോസ് കിച്ചൺ കിട്ടാൻ പാടാണ്, ഓപ്പൺ കിച്ചണാണ്. എനിക്ക് ആ കോൺസെപ്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് ടേബിൾ നമുക്ക് വേണ്ടാന്ന് വെച്ചു, കാരണം വെച്ചാൽ ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കുള്ളൂ. ആൻഡ് സോ ഐ വാസ് തിങ്കിങ് അതിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ ആവശ്യം ഉണ്ടാവില്ല. സോ അതിന് പകരം നമ്മൾ ഒരു 3 ബെഞ്ച് ചെയർസ്, ബാത്ത് ചെയർസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തു. ആൻഡ് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. എനിക്ക് ഏറ്റവും ഇതിൽ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം കിച്ചണിലുള്ള ഈ ഒരു ലൈറ്റാണ് കേട്ടോ. എൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ലൈറ്റ്, എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. സോ ഒരു യുണീക്ക് ആയിട്ടൊരു ലൈറ്റാണ്. അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല വേറെ നമ്മൾ വീട് കാണാൻ പോണ സമയത്തൊന്നും. സോ എനിക്കിത് ലൈറ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിച്ചണും കൂടിയാണിത്. എന്താ പറയുക,
നമ്മൾ വേറെ വീടുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ കിച്ചൺ കുറച്ച് നല്ല രീതിക്ക് സ്പേസ് ഉള്ളത് പോലെ തോന്നി. അതിന് അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോറേജും ഉണ്ട്. സോ ഈ മേലെ കാണുന്നതൊക്കെ സ്റ്റോറേജ് ആണ്, താഴെയും സ്റ്റോറേജ് ഉണ്ട്. അത് പോരാത്തതിന് നമുക്ക് ഇവിടെയും സ്റ്റോറേജ് ഉണ്ട്. സോ ഇതൊരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് ആണ്. സോ കുറേയൊക്കെ സാധനങ്ങൾ ഇതിൽ തന്നെ കൊള്ളും. പിന്നെ കിച്ചൻ്റെ മേലെയും സ്റ്റോറേജ് ഉണ്ട്. ആൻഡ് വേറൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ വീട് കാണാൻ വന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സസ് എന്നുള്ളത്. പിന്നെ I was thinking ചിലപ്പോൾ വല്ല ഡെക്കറേറ്റീവ് പീസസ് എന്തെങ്കിലും വെക്കാനൊക്കെ ആയിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി പറഞ്ഞത് ആക്ച്വലി ഡെക്കറേറ്റീവ് പീസസിന് വേണ്ടിയിട്ടല്ല, വൈൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് വൈൻ ഷെൽഫാണ്. സോ യെസ്, അപ്പം ഇതൊരു വൈൻ ഷെൽഫാണ്. സോ അപ്പം അതും ആക്ച്വലി ഒരു നല്ലൊരു പാർട്ടാണ്. സോ ഒരു പെർട്ടിക്കുലർ സ്ഥലം അതിന് പോവില്ല, വൈൻ ആണെങ്കിലും ആൽക്കഹോളൊക്കെ വെക്കാനാണെങ്കിലും. സോ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഇനി താഴെ ഒരു ബെഡ്റൂം ഉണ്ട്, പ്ലസ് ഒരു ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് അല്ല. നമുക്ക് ആക്ച്വലി വീട് മേടിക്കുന്ന സമയത്തൊരു കൈൻഡ് ഓഫ് ഒരു ഫസ്റ്റ് ഒരു ഫാക്ട് നമ്മൾ വേണം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത് താഴെ ഒരു ബെഡ്റൂമും ഒരു എന്താ പറയുക ഒരു ബാത്റൂമും വേണമെന്നായിരുന്നു. ബേസിക്കലി ബിക്കോസ് ലൈക്ക് നമ്മുടെ പാരൻസ് വരുന്ന സമയത്ത് അവർക്ക് അവരുടെ സൗകര്യത്തിന് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ മുകളിലോട്ട് കയറി പോകുന്നതിന് പകരം ലൈക്ക് താഴെ തന്നെ ആണെങ്കിൽ അവർക്കും കൺവീനിയൻ്റ് ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ഒരു താഴെ തന്നെ ലൈക്ക് ഒരു ബെഡ്റൂമും ആൻഡ് ഒരു ബാത്റൂമും കിട്ടി. സോ അതും ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മൾ ബെഡ്റൂമും ബാത്റൂമും ഒക്കെ കാണുന്നതിന് മുന്നേ ഈ ഒരു സ്പേസിന്റെ ഒരു വൈഡ് ആംഗിൾ കാണിച്ചു തരാം കേട്ടോ. സോ അപ്പം ഈ റൂമിന്റെ ഏകദേശം ഒരു വൈഡർ ആംഗിൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് ബാത്റൂമും ബെഡ്റൂമും കാണാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബെഡ്റൂം കാണാം. സോ ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം. ഇതാണ് ബാത്റൂം. താഴത്തെ അത്യാവശ്യം ഇവിടുത്തെ എല്ലാ ബാത്റൂംസും കുറച്ച് സ്പേഷ്യസ് ആണ് ഈ വീട്ടില്. സോ ഇതാണ് താഴത്തെ ബാത്റൂം. താഴത്തെ ബാത്റൂമും ബെഡ്റൂമും കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ. സോ നമ്മൾ കയറി വന്ന ഉടനെ കാണുന്നത് ഫസ്റ്റ് സ്റ്റെപ്സ് ആണ്. സോ സ്റ്റെപ്സ് ഇവിടെ നിന്നേക്ക് അങ്ങനെ നമ്മൾ ലൈക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സോ നമുക്ക് പോവാം. എന്താണ് ഇവിടെ ചെയ്യാന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ വീട് നമ്മൾ സെറ്റിൽ ആവുന്നതിന് മുന്നേ തന്നെ. അപ്പൊ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് എന്തുകൊണ്ട് നമുക്കൊരു ഗണപതിനെ വെച്ചുകൂടാന്ന്. പക്ഷെ ഇവിടെ ന്യൂസിലൻഡിൽ ലൈക്ക് നമ്മുടെ നാട്ടില് കിട്ടുന്ന പോലെ കുറെ ഓപ്ഷൻസ് നമുക്ക് കിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറെ സ്ഥലങ്ങൾ നമ്മൾ പോയിട്ട് അവസാനം ഒരു കിട്ടിയ ഒരു വാട്ടർ ഫൗണ്ടൻ എന്ന് പറയാം ഗണപതിയുടെ. സോ അതാണിത്. അപ്പൊ നമ്മളത് ഇവിടെ വന്നിട്ട് ഈ ഒരു കോർണറിൽ അത് നമ്മൾ വെച്ചു. ആൻഡ് സോ ഈ വീട് ആക്ച്വലി 4 bedrooms-ഉം 3 bathrooms-ഉം ആണ്. അപ്പം അതിൽ 4 bedroom-ൽ ഒരു ബെഡ്റൂം കുറച്ച് ചെറുതായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ട് നമുക്ക് വർക്ക് സ്പേസ് ആക്കിക്കൂടാന്ന് വിചാരിച്ചിട്ട് അത് വർക്ക് സ്പേസ് ആയിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്തു. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഒരു സ്പേസ് നമ്മൾ ഗസ്റ്റ് ബെഡ്റൂം ആക്കി നമ്മൾ മാറ്റുകയും ചെയ്തു. അപ്പൊ അത് നമുക്ക് കണ്ടാലോ. സോ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം. സോ ഇത് വളരെ മിനിമലായിട്ട് ചെയ്തത് നമ്മൾ ഇവിടെ നമ്മളൊരു ക്ലോത്ത് സ്റ്റാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് താൽക്കാലികമായിട്ട് വെച്ചത് കേട്ടോ. ആൻഡ് ഈ റൂമിനും ഓഫീസ് റൂമിനും ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് നമുക്ക് കണ്ടാലോ. സോ ഈ റൂമിന് ഒരു ബാത്റൂം ഉണ്ട്. സോ ഇതാണ് ബാത്റൂം. ആൻഡ് ഏട്ടാ നമുക്ക് അപ്പുറത്തേക്ക് കൂടെ പോയാലോ. ആൻഡ് ഈ
ഡോറ് തുറന്ന ഓഫീസ് റൂമിലുള്ള ആൾക്കാർക്കും ഈ ബാത്റൂം യൂസ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. ഏട്ടനും ലൈക്ക് കൂടുതലും വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പം. എനിക്ക് ലൈക്ക് ഒരു ദിവസം വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പം അറ്റ് ദ മൊമെന്റ്. സോ അതിലുള്ള എൻ്റെ ഡെസ്ക് സ്പേസ് ആണിത്. എൻ്റെ ഏട്ടൻ്റെ ഡെസ്ക് സ്പേസ് അതുമാണ്. ആൻഡ് ഇവിടുന്ന് നമുക്ക് പുറത്ത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ആൻഡ് എല്ലാ ബെഡ്റൂംസിനും ഇവിടെ വാർഡ്രോബ്സ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു വീട്ടിൽ. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. നമുക്ക് അത്യാവശ്യത്തിന് എനിക്കും ഏട്ടനും കുറെ തുണിയുള്ളതുകൊണ്ട് അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു നമുക്ക് വീട് സെലക്ട് ചെയ്യാനായിട്ട്. ആൻഡ് ഈ റൂമിന് വെന്റിലേഷൻ ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഈ റൂമിന് മേലെയാണ് വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഇപ്പൊ കാണില്ല, വെളിച്ചം രാത്രി ആയതുകൊണ്ട്. ഈ ഒരു വിൻഡോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. അതിലുള്ള സ്വിച്ച് ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ്. സോ വെന്റിലേഷൻ വേണമെന്നുള്ളപ്പം ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ മതി. നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ വീട് നമ്മൾ മേടിച്ച സമയത്ത് കോൺട്രാക്ടൊക്കെ സൈൻ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു ഈ റൂമിന് വെന്റിലേഷൻ കിട്ടുമോ, ബിക്കോസ് മേലെയാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത്. സോ അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്ന്. പക്ഷെ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ ഈ സ്പേസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് വേറെ എവിടത്തിനെ കണ്ടില്ല ഇവിടെ ഏറ്റവും കൂടുതൽ വെന്റിലേഷൻ ഉള്ളത്. നല്ല കാറ്റാണ്. സോ ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. അത് ആ ഒരു ഡിഫറൻസ് ഇല്ല, ലൈക്ക് വെന്റിലേഷൻ ഇല്ല എന്നുള്ളത്. പക്ഷെ അടിപൊളിയാണ്, നല്ല രീതിക്ക് വെന്റിലേഷൻ ഉണ്ട്, കാറ്റും ഉണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഇവിടുന്ന് ഇനി ഒരു റൂമും കൂടി നമുക്ക് കാണാനുള്ളൂ. സോ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. സോ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ആൻഡ് ഇവിടെ ഒരു വലിയ വാർഡ്രോബ് അറ്റാച്ച്ഡ് ആണ്. ഒന്നായിട്ട് കാണിച്ചു കൊടുത്താലോ? സോ ഈ വീട് വാങ്ങിയ സമയത്ത് ഈ റൂമിൽ നമ്മൾ ആലോചിച്ചായിരുന്നു ലൈക്ക് ഡ്രസ്സ് വാങ്ങി എവിടെ വെക്കും എന്നുള്ളത്. സാധാരണ നമുക്ക് ലൈക്ക് എവിടെ ഫർണിച്ചർ ഷോപ്പിൽ പോകാൻ ഒരു വലിയ തരത്തിലുള്ള ഡ്രസ്സിങ് ടേബിൾ എന്ന് പറയുന്ന സംഭവമാണല്ലോ കിട്ടുക. ഒരു വലിയ ടേബിളിൽ അതിൻ്റെ കൂടെ ഒരു കണ്ണാടി, ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെയർ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് എടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഡ്രസ്സിങ് ടേബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ഞാൻ ലൈക്ക് ഇങ്ങനെ ചിന്തിക്കായിരുന്നു എന്താ അപ്പം അതിന് പകരമായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ ഇരിക്കാൻ ഇവിടെ ഐക്യ തുടങ്ങി. ഐ തിങ്ക് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഐക്യ ന്യൂസിലൻഡിൽ തുടങ്ങിയത്, ഓക്ലൻഡിൽ. സോ ഐക്യയിലപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വല്ല മിനിമൽ ഓപ്ഷൻ കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പം കിട്ടിയ ഒരു ഓപ്ഷൻ ആയിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സർ എന്ന് പറയാൻ പറ്റില്ല. ഇത് ആക്ച്വലി ബാത്റൂമിൽ വെക്കുന്ന ഒരു കൈൻഡ് ഓഫ് കബോർഡാണ്. അപ്പം ഞാൻ ആലോചിച്ചു ഈ ഒരു കബോർഡ് എന്തുകൊണ്ട് നമുക്ക് ഒരു ഡ്രസ്സറാക്കി മാറ്റിക്കൂടാ എന്നുള്ളത്. അങ്ങനെ ഇത് നമ്മൾ വാങ്ങി ഇതിനോടൊപ്പം തന്നെ. സോ അപ്പം കണ്ടാൽ തോന്നില്ല ലൈക്ക് ഇത് വേറെ ഒരു സെപ്പറേറ്റ് പീസാണെന്നുള്ളത്. പക്ഷെ ആക്ച്വലി സെപ്പറേറ്റ് പീസാണ്. കണ്ടാൽ തോന്നി ഇതെല്ലാം ലൈക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു വാർഡ്രോബിൻ്റെ പാർട്ടായിട്ട് വന്നതാണെന്ന്. പക്ഷെ അല്ല, ഇത് നമ്മൾ ഐക്യയിൽ നിന്ന് മേടിച്ചതാണ്. ആൻഡ് അതാണ് ഈ ഒരു റൂമിൽ ഞാൻ ഫസ്റ്റ് നമ്മൾ വാങ്ങിയൊരു ഐറ്റം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. സോ ഞാൻ കാണിക്കാൻ മറന്ന ഒരു റൂം കൂടി ഉണ്ട് ഇവിടെ ലിവിങ് സ്പേസിൽ. ഇവിടെ ഒരു ലോണ്ടറി റൂമും കൂടി ഉണ്ട്. കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ എന്താ ലോണ്ടറി റൂം ഇല്ലേ എന്നുള്ളത്. യെസ്, ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറി റൂം ഉണ്ട്. സോ അത് ഇവിടെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ലോണ്ടറി റൂം. ഈ ലോണ്ടറി റൂമിലാണ് നമ്മൾ വാക്യൂം ക്ലീനറും ബാക്കിയുള്ള മോപ്പും സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയ കുറച്ച് കുട്ടി വേറെ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. യെസ്. ആൻഡ് ഇവിടെ ഈ വീടിന് ഇന്റേണൽ ഗരാജ് ഒന്നുമില്ല. ഇവിടെ ഒരു പുറത്ത് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കാർ പാർക്ക് ഉണ്ട്. ആൻഡ് ബാക്കിയുള്ളതൊക്കെ ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് ആണ്. ആൻഡ് ഇന്റേണൽ ഗരാജ് ഞാൻ ലൈക്ക് എൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഞാൻ ലൈക്ക് ആലോചിക്കാതിരുന്നത് ലൈക്ക് ഇൻ ദ സെൻസ് ഇന്റേണൽ ഗരാജ് വേണം വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള ബേസിക് എന്ന് വെച്ചാൽ
ഗരാജ് ഉള്ളത് ഇറ്റ്സ് ഗുഡ്, ലൈക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അത് മിക്കവാറും അതൊരു കുറച്ചുകൂടി കഴിഞ്ഞ് അതൊരു സ്റ്റോറേജ് റൂമായിട്ട് മാറും. സോ അതിനെക്കാട്ടിലും ബെസ്റ്റ് കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി മേടിച്ച് വെക്കുന്നതിനെക്കാട്ടിലും ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ പുറത്താണെങ്കിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് ഗുഡ്. അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ വീട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ആൻഡ് ഇതെൻ്റെ ഒരു ചെറിയ കംബാക്ക് എന്ന് പറയാൻ ഞാൻ വലിയ ആവില്ല കേട്ടോ. ബട്ട് എന്നാലും ഞാൻ ഇനി കുറച്ചൊന്ന് ആക്റ്റീവ് ആവാമെന്ന് വിചാരിക്കണം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു സോ മച്ച്.